ശേഷിപ്പിച്ചത് വെട്ടുക്കിളി നിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിന് നിന്നു, വിട്ടിന് ശേഷിപ്പിച്ചത് പച്ചപ്പുഴു നിന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ചയുണ്ടാകാൻ സാധ്യതയില്ലാത്ത, ഒരു പച്ചപ്പുണ്ടാകാൻ സാധ്യതയില്ലാത്ത, ഒരു നന്മയുണ്ടാകാൻ സാധ്യതയില്ലാത്ത, ഒന്നിനു പുറകെ ഒന്നൊന്നായി കയറി വന്ന് തിന്ന് നശിപ്പിക്കുമ്പോഴും ദൈവജനത്തിന് ഉണരാനുള്ള ഉത്സാഹമില്ലാതെ കിടക്കുമ്പോൾ പ്രവാചകന്റെ ദൈവത്തിന്റെ ആത്മാവ് തട്ടി എഴുന്നേപ്പിച്ചിട്ട് പറയുക, എന്റെ ജനത്തോട് നീ ആത്മാവിൽ പ്രവചിക്കുക. അവൻ ഇത് കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് കണ്ടിട്ട് നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലേ? ആലയ ശൂന്യമായി കിടക്കുകയാണ്. ആലയത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടായി, യാഗങ്ങൾ നിന്നുപോയി, വഴിപാടുകൾ നിന്നുപോയി. അവേ ഒന്നും സാധ്യമല്ലാതായിരിക്കുകയാണ്. പച്ചപ്പുഴു, വെട്ടില്, തുള്ളൻ എല്ലാം കയറി വന്ന് തിന്ന് നശിപ്പിച്ചിട്ടിരിക്കുക. നന്മയുടെ ഒരു കണിക പോലും ഇല്ലാതിരിക്കുമ്പോൾ, വരൾച്ചക്കകത്ത് ഇസ്രായേൽ ജനം പാർക്കപ്പെടുമ്പോൾ അവൻ ദൈവത്തിനൊത്തിരി സങ്കടമാ, അവൻ ദൈവത്തിനൊത്തിരി ആഗ്രഹമേ ഉള്ളൂ. ഇവർ ആത്മാവിൽ നിന്ന് മടങ്ങി വരണം, തയ്യാറാകണം. അതുകൊണ്ടാണ് 2:12 വായിച്ചത്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും അവൻ വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയണം. തിരിയേണ്ടത് ഇന്ന് പകൽ കുടുംബക്കാരിലേക്കല്ല, അവനത് പാസ്റ്ററിലേക്കല്ല, തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. തിരിക്കപ്പെടേണ്ടത്, ഹൃദയത്തെ തിരിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിങ്കിലേക്ക്. ഹല്ലേലൂയ. കാരണം ഈ ദൈവം അത്ര ക്രൂരനായ ദൈവമല്ല. അവൻ ഈ ദൈവ സ്നേഹത്തിന്റെ നിധിയുടെ ഉറവിടമാണ്. തകർന്നു പോയ നിന്നെ പണിയപ്പെടാൻ, അച്ചുപോയ നിന്നെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ, അവനെ തിന്ന് ശത്രു തിന്ന് നശിപ്പിച്ചതിന് മേൽ ഒരു ഉദാഹരണം തരാൻ അവൻ ദൈവത്തിന് മഹാദയുണ്ട്. ആകയാൽ ഇന്ന് പകലിൽ ആ ദൈവത്തിലേക്ക് അടുത്തു വരാൻ നാം മനസ്സ് വച്ചാട്ടെ.